മാലാഖ എന്ന കഥയുടെ തുടർഭാഗം. തോമസ് അഗതി മന്ദിരത്തിൽ കൊണ്ട് അന്നയെ ആക്കിയിട്ട് പിരിയാൻ നേരം ഒരുപാട് കരഞ്ഞു. അന്ന അവനെ ആശ്വസിപ്പിച്ചു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വന്നാൽ മതി, ചേച്ചിയമ്മയ്ക്ക് അത് വളരെ സന്തോഷമാകും. പോകാൻ നേരം തോമസും സോഫിയും അന്നയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. തിരിഞ്ഞു നോക്കി തോമസിൻ്റെ പോക്ക് ഇന്നും അന്നയുടെ കണ്ണിൽ നിന്നും മായുന്നില്ല. പക്ഷേ ഞാനെടുത്ത തീരുമാനമായിരുന്നു ശരി. അതിനുശേഷം ഇടയ്ക്കൊക്കെ തോമസ് അന്നയെ കാണുവാൻ വന്നിരുന്നു. കാണുമ്പോഴൊക്കെ അവൻ സന്തോഷവാനായിരുന്നു. അവന് 2 കുഞ്ഞുങ്ങൾ ജനിച്ചതിനു അവനും സോഫിയും കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. മൂത്ത കുട്ടിക്ക് അവർ ഇരുവരും ചേർന്ന് അന്ന എന്നാണ് പേരിട്ടത്. അന്നയോർത്തു, എത്ര വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 35 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എത്ര പെട്ടെന്നാണ് 15 കൊല്ലങ്ങൾ കടന്നുപോയത്. ഇതിനോടകം ഒരു പ്രാവശ്യം പോലും മറിയ എന്നെ കാണാൻ വന്നിട്ടില്ല. അന്നമ്മോ, വല്ലാത്ത ആലോചനയിലാണല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? മദറിൻ്റെ ചോദ്യം കേട്ടാണ് അന്ന ആലോചനകളിൽ നിന്ന് ഉണർന്നത്. ആരൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് കണ്ടോ? അന്ന തിരിഞ്ഞു നോക്കി. അന്ന അമ്പരന്നു പോയി. തോമസ്, സോഫി, കുഞ്ഞുങ്ങൾ, മറിയ, ആൻ്റണി, മകൻ. മറിയ അന്നയെ കണ്ടതേ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം, കൂടെ വരണം. ഇതിൽ കൂടുതൽ ഒരു പിറന്നാൾ സമ്മാനം തനിക്ക് കിട്ടാനില്ല. പണ്ട് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നപ്പോഴത്തെ സന്തോഷം അന്നയിൽ തിരിച്ചെത്തി. അവരെല്ലാവരും കൂടി അന്നയെക്കൊണ്ട് കേക്ക് മുറിപ്പിച്ചു. ഉച്ചയൂണും കഴിഞ്ഞാണ് അവർ മടങ്ങിയത്. മടങ്ങാൻ നേരം കാല് പിടിച്ച് കെഞ്ചി തോമസും മറിയയും ഞങ്ങളുടെ കൂടെ വരണം. എന്നും തോമസിൻ്റെ ആവശ്യം അതുതന്നെയായിരുന്നു. എനിക്കിവിടെ സുഖമാണ്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് വന്നാൽ മതി. നമുക്ക് അകന്നിരുന്ന് സ്നേഹിക്കാം. അന്നയുടെ വാക്കുകൾ സന്തോഷം നിറഞ്ഞതായിരുന്നു. മറിയ പോകാൻ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചിയമ്മ ഒരു മാലാഖയാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. മറിയയുടെ തലയിലൂടെ കൈ ഓടിച്ചുകൊണ്ട് അന്ന പറഞ്ഞു, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷവതി ഞാനാണ്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.